യെസ്, അങ്ങനെ നമ്മൾ മമ്മൂട്ടിയുടെ വീട്ടിൽ ഫുഡ് ഡെലിവറിക്ക് വന്നിരിച്ചു. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിന്ന് മമ്മൂക്കയുടെ വീട്ടിൽ ഫുഡ് ഡെലിവറിക്ക് പോവുകയാണ് കേട്ടോ. മമ്മൂട്ടിയുടെ വീട്ടിലല്ല, ഞാനിവിടെ ഏളംകുളത്ത് ഫുഡ് ഡെലിവറി വന്നതാണ്. ഫുഡ് ഡെലിവറി കഴിഞ്ഞു. ഇവിടെ എങ്ങോട്ടാണ് മമ്മൂട്ടിയുടെ വീട് എന്നറിയാൻ കഴിഞ്ഞു കേട്ടോ. ഇവിടെയൊക്കെ എപ്പോഴും ഫുഡ് ഡെലിവറിക്ക് വരുന്നതാണ്. ഇപ്പോൾ ഈയിടയ്ക്കാണ് അറിഞ്ഞത് ഇവിടെയാണ് മമ്മൂട്ടിയുടെ പുതിയ വീടെന്ന്. ഈ ഇടയ്ക്ക് പണിഞ്ഞ വീട് ഇവിടെ കണ്ട ഇവിടെ നിന്ന് ചോദിക്കണം, ആരുടെങ്കിലും ചോദിച്ചാൽ നമുക്ക് നേരെ ഇനി മമ്മൂട്ടിയുടെ ഇടം വരെ വന്നതല്ലേ, മമ്മൂട്ടിയുടെ വീട് നമുക്കൊന്ന് കണ്ടാല പുതിയ വീട് കാണാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല, വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. ഒരുപാട് പേര് വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ലെഫ്റ്റ് തിരിയാനാണ് പറഞ്ഞത്, അമ്പേലിപ്പാടം റോഡ്. ഓക്കെ, നമ്മൾ ഏലംകുളം മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാൻ ഇതുവഴിയാണാടെ. പോയി നോക്കാം. നമ്മൾ അമ്പേലിപ്പാടം റോഡ് കയറി ഈ വഴി തന്നെയാണ് കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ ചോദിച്ച് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതുവഴി മുമ്പോട്ട് പോയിട്ട് ഇടത്തോട്ട് തിരിയാനാണ് പറഞ്ഞത്. നമ്മൾ ഈ വീഡിയോയുടെ തമ്പനയിൽ മമ്മൂട്ടിയുടെ വീട്ടിൽ ഫുഡ് ഡെലിവറിക്ക് പോയെന്നായിരിക്കും നമ്മൾ ഈ വീഡിയോയുടെ തമ്പനയിൽ കൊടുക്കുന്നത്. പക്ഷേ മമ്മൂട്ടിയുടെ വീട്ടിലേക്കല്ല, ഈ പരിസരത്താണ് നമ്മൾ ഡെലിവറിക്ക് വന്നത്. ഇവിടെ മിക്കുള്ള പ്രാവശ്യം ഇവിടെ സ്ഥിരം വരുന്നതാണ് കേട്ടോ ഫുഡ് ഡെലിവറിക്ക്. 5ാമത്തെ ലൈനാണ് പറഞ്ഞു. ഇത് 7 ആയല്ലോ. ഈ ലൈനായിരിക്കും. ഇതിപ്പോൾ 6 അല്ലേ. ഇത് പോയി നോക്കാം. ഇതാണോ? ഇതല്ല, വലിയ ഗേറ്റൊക്കെ ഉണ്ട്. ഓ, നേരെ കാണുന്ന മമ്മൂട്ടിയുടെ വീടെത്തിയാ. ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചില്ല. ഇത് തന്നെയല്ലേ, ഇതല്ലേ മമ്മൂട്ടിയുടെ വീട്? ഇത് തന്നെയാണ് മമ്മൂട്ടിയുടെ വീട്. നോ പാർക്കിംഗ് എഴുതി വെച്ചിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഇതാണ് മമ്മൂട്ടിയുടെ വീട്. പക്ഷെ മമ്മൂട്ടിയുടെ വീട് കാണാൻ പറ്റുന്നില്ല. മമ്മൂട്ടിയുടെ കുറേ ചെടികളും അടയ്ക്കുണ്ട്. അടയ്ക്കുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്. ഓ, അകത്ത് വലിയ കൃഷിയാണല്ലോ. നോക്കേ, ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. നമ്മളകത്തോട്ട് ഷൂട്ട് ചെയ്യുന്നില്ല, അവരുടെ പ്രൈവസി അല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കാമായിരുന്നു, തമ്പനയിൽ കൊടുക്കാൻ. ആരെങ്കിലും വന്നായിരുന്നെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു. അതിലൊരു M കാണുന്നുണ്ട് ഗേറ്റിൽ. ഇത് തന്നെയാണ്. ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ മമ്മൂട്ടിയുടെ വീട്ടിൽ ഫുഡ് ഡെലിവറിക്ക് വന്നിരിച്ചു. ആരെങ്കിലും വന്നായിരുന്നെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു കേട്ടാ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇന്ന് ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു. ആളകത്ത് കാണത്തില്ല കേട്ടോ. ദുൽഖറിൻ്റെ വീടും ഇത് തന്നെയല്ലേ, ഇത് തന്നെ. പക്ഷെ മമ്മൂട്ടിയുടെ M മാത്രമേ ഉള്ളൂ, ദുൽഖറിൻ്റെ D ഇല്ല. വൈ? എൻ്റെ സൊമാറ്റോ കാണുന്നില്ലല്ലേ. ഒളിച്ച് മമ്മൂട്ടിയുടെ M ഒക്കെ കാണുന്നുണ്ട്, വീട് കാണുന്നില്ലല്ലോ.
മമ്മൂട്ടിയുടെ എം തന്നെയാണോ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്? ദുൽഖർ ഇവിടെ തന്നെ ഇല്ലേ? എപ്പോഴും ദുൽഖറിൻ്റെ അടിയും കൂടെ വേണ്ടേ? അകത്ത് വമ്പൻ കളക്ഷനാണ് കേട്ടോ. അടയ്ക്കുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, പിന്നെ വീടുണ്ട്. വീട് കാണാനാകൂല കേട്ടോ. മമ്മൂട്ടിയുടെ ചെടികളും ഇതൊക്കെ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ശരി മമ്മൂട്ടി, പോന്നോ. ഫുഡ് ഡെലിവറി വല്ലതും ഉണ്ടെങ്കിൽ ഫുഡ് വല്ലതും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി, ഞാൻ കൊണ്ടുതരാം. നമ്മളപ്പുറത്ത് ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നതാണ് കേട്ടോ. അന്നേരം ഇവിടെയാണ് മമ്മൂട്ടിയുടെ വീടെന്ന് അറിഞ്ഞു. അപ്പോഴേ ഇനി മോഹൻലാലിൻ്റെ വീട് എവിടെയാണ്? മോഹൻലാലിൻ്റെ വീട് ഇവിടെ എവിടെ എങ്ങനെയാണെന്നെങ്കിൽ നമുക്ക് പോയി വീഡിയോ എടുക്കാമായിരുന്നു. നമ്മൾ ഈ വീഡിയോ കുറേ പേര് കാണുകയാണെങ്കിൽ ഞാൻ മോഹൻലാലിൻ്റെ വീട്ടിൽ ഫുഡ് ഡെലിവറി പോകുന്നതായിരിക്കും. ഫുഡ് ഡെലിവറി മീൻസ് ചെറിയ വഴിയാണല്ലോ ഡേ മമ്മൂട്ടിയുടെ വീട്ടിലേക്കുള്ള വഴി. ലൈൻ 6 കേട്ടോ. ലൈൻ 6 മമ്മൂട്ടിയുടെ വീട്, 5 അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മമ്മൂട്ടിയുടെ വീട് കണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഫുഡ് ഡെലിവറിക്ക് വന്നപ്പോൾ മമ്മൂട്ടിയുടെ വീട് ഈ പരിസരത്താണെന്ന് അറിഞ്ഞു. നമ്മൾ തപ്പിപ്പിടിച്ച് പോയി കണ്ടു. കാണാനൊന്നുമില്ല, വീട് ഒന്നും കാണാൻ പറ്റില്ല. ഗേറ്റും കാണാം, മമ്മൂട്ടിയുടെ എമ്മും കാണാൻ പറ്റും കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ കുറേ ചെടികളും പിന്നെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അടുത്ത വർക്കിലേക്ക്, നമ്മളടുത്ത ഡെലിവറിയിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഞാൻ ഇനി വൈകിട്ട് 6 മണിക്കാണ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 3 മണി കഴിഞ്ഞ്. ഞാൻ 12 മണി തൊട്ട് 3 മണി വരെയാണ് ഇപ്പോൾ ചില ദിവസം വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് വൈകിട്ട് 6 മണി തൊട്ട് തുടങ്ങി 6 മണിക്ക് തുടങ്ങും. എന്നിട്ട് രാത്രി 3 മണി വരെ വർക്ക് ചെയ്യും. അങ്ങനെ 12 മണിക്കൂറാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആണ് 3:18. അപ്പോഴും നേരെ റൂമിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ഫോണൊക്കെ ഒന്നും കൂടെ ചാർജ് ചെയ്തിട്ട് വൈകിട്ട് 6 മണിക്കാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. മമ്മൂട്ടിയുടെ വീട് തപ്പിപ്പിടിച്ച് പോയി കണ്ടുപിടിച്ചു. വീട് കാണാൻ പറ്റൂല. മമ്മൂട്ടിയുടെ ചെടിയും കുറച്ച് പ്ലാവ്, മാവ്, അടയ്ക്ക ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ മമ്മൂട്ടിയുടെ എമ്മ് കാണാൻ പറ്റും. മമ്മൂക്ക മമ്മൂട്ടി എന്ന് വിളിച്ചാലും മമ്മൂക്ക എന്ന് വിളിച്ചാലും നമുക്ക് ഒരേ റെസ്പെക്റ്റ് തന്നെയാണ് അല്ലേ. നമ്മൾ സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയുടെ സിനിമയെന്നല്ലേ. ഞാൻ മമ്മൂട്ടി എന്നാണ് വിളിക്കുന്നത്. അത് റെസ്പെക്റ്റ് കുറഞ്ഞിട്ടുള്ള വിളിയൊന്നുമല്ല, അതാണ് കേട്ടോ. അപ്പോൾ മമ്മൂട്ടിയുടെ വീട് കഴിഞ്ഞ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഫുഡ് ഡെലിവറിക്കായി നമ്മൾ മോഹൻലാലിൻ്റെ വീട് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ, നമ്മൾ ആ പരിസരത്തേക്ക് ഫുഡ് ഡെലിവറിക്ക് പോകുമ്പം ഒരു ദിവസം മോഹൻലാലിൻ്റെ വീട്ടിൽ നമ്മൾ പോകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എറണാകുളത്ത് നിന്ന് സൊമാറ്റോ ഡെലിവറി കാഴ്ചകളുമായി വീണ്ടും കാണാം. ബൈ.